ലോകത്തിലെ ഏറ്റവും അധികം, സൗദിയേക്കാളും ഏറ്റവും അധികം എണ്ണ സമ്പത്തുള്ളത് വെനസ്വേലയിലാണ്. പക്ഷേ ഈ എണ്ണ സമ്പത്ത് കൂടുതലും പോകുന്ന മാർക്കറ്റ്, ട്രഡീഷണലായി പോകുന്നുണ്ടായിരുന്നത് അത് US മാർക്കറ്റാണ്. US നമ്മുടെ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ചുറ്റുമുള്ള ഈ സദേൺ US സ്റ്റേറ്റ്സ് ഉണ്ട്, ലൂയിസിയാന, അലബാമ, ടെക്സസ് ഒക്കെ. അപ്പം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറേ റിഫൈനറീസ് ഉണ്ട്. അവർ പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് വെനസ്വേലയിൽ നിന്ന് വരുന്ന ക്രൂഡാണ് അവർ ഡിപ്പെൻഡൻറ്റ്. കാരണം ഈ ഓരോ റിഫൈനറിയും ഓരോ ടൈപ്പ് ഓഫ് ക്രൂഡിന് എടുക്കാനായിട്ടാണ് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റിയും വെച്ച് നോക്കണം, സൾഫർ കണ്ടൻറ്റും നോക്കണം. അപ്പോൾ വെനസ്വേലയിലുള്ള ഓയിൽ കൂടുതലും പറയുന്നത് ഈ ഒരണോക്കോ ബെൽറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കൂടുതൽ അവർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കറപ്ഷൻ കാരണം, സാങ്ഷൻസ് കാരണം, വേണ്ടപ്പെട്ട ടെക്നോളജി കമ്പനീസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞാൽ വെനസ്വേലൻ നാഷണൽ ഓയിൽ കമ്പനി PDVSA പറഞ്ഞാൽ ഇറ്റ്സ് ബിക്കം ടു ബിഗ് ടു ഫെയിൽ എന്ന പോലെയായി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നത് ആ വെനസ്വേലൻ ക്രൂഡ് ഓയിലിൻ്റെ ഒരു സ്റ്റേച്ചർ കൊണ്ടുമായിരിക്കാം, അതിൻ്റെ നാച്ചുറൽ കൊണ്ടുമായിരിക്കാം അല്ലേ? അതൊരു കാരണമാണ്. പക്ഷേ ഈ അമേരിക്കൻ ഓയിൽ കമ്പനി ഷെവ്രോൺ അതിന് ഒരു നല്ല രീതിയിൽ അതിനെ പറഞ്ഞാൽ അവർക്ക് തന്നെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ചു. കാരണം ഷെവ്രോണിൻ്റെ തന്നെ കീഴിലുള്ള കുറേ റിഫൈനറീസ് ഞാൻ പറയില്ലേ ഗൾഫ് കോസ്റ്റിലുണ്ട്, US ഗൾഫ് കോസ്റ്റിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഈ ക്രൂഡ് എന്ന് പറഞ്ഞാൽ അവർ പണ്ട് മുതലേ ഈ റിഫൈനറീസ് പണിതിട്ടുള്ളത് പറഞ്ഞാൽ ഈ വെനസ്വേലയിൽ നിന്ന് വരുന്ന ഹെവി സൾഫർ കണ്ടൻറ്റുള്ള ഹെവി സവർ ക്രൂഡ് പ്രോസസ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്കത് കുഴപ്പമുണ്ടായിട്ടില്ല. അവർക്ക് പറഞ്ഞാൽ വേറെ നല്ല ലൈറ്റ് സ്വീറ്റ്, ഇപ്പോൾ US തന്നെ ഇപ്പം ഷെയിൽ റെവല്യൂഷൻ കാരണം ടെക്സസിലും ന്യൂ മെക്സിക്കോ സ്ഥലത്ത് ഈ പെർമിയൻ ബേസിൻ എന്ന് പറഞ്ഞൊരു പാച്ച് ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്താണ്. പക്ഷേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടും സ്വീറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്രൂഡാണ് ഈ ഷെയിൽ റോക്കിന് ഇതാക്കുന്നത്. ഈ റിഫൈനറീസ് ആ ക്രൂഡ് അല്ല വേണ്ടത്. ഈ റിഫൈനറീസ് പറഞ്ഞാൽ പണ്ട് മുതലേ വെനസ്വേലയിലുള്ള ഈ ക്വാളിറ്റി കുറഞ്ഞ ക്രൂഡിനെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ അവർക്ക് പറഞ്ഞാൽ ദൈവ ലോബിങ് ലൈക്ക് ദ ഫെഡറൽ ഗവൺമെൻറ് ഇൻ US പറഞ്ഞാൽ US ഈ ലോബിങ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അവരുടെ ഈ റിഫൈനറി ലോബീസിന് പണ്ടേ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വി നീഡ് ടു ഓപ്പൺ അപ്പ് വെനസ്വേല മാർക്കറ്റ് അല്ല പറഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷൻ വീണ്ടും തിരിച്ച് വി നീഡ് ടു ലൈക്ക് സ്റ്റെപ്പ് ഇറ്റ് ബാക്ക്, ആക്സിലേറ്റഡ് സോ ദാറ്റ് അത് അമേരിക്കക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. കാരണം ഇവർ റിഫൈൻ ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് ഒക്ലഹോമ സ്റ്റേറ്റിൽ കുഷിംഗ് പറഞ്ഞ ഒരു റിപ്പോസിറ്ററി ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഈ പൈപ്പ് ലൈൻ സിസ്റ്റം വഴി അമേരിക്കയിലുള്ള ഒട്ടുമിക്ക ന്യൂക്ക് ആൻഡ് ക്രാനീസിലേക്ക് ഈ റിഫൈൻ പ്രൊഡക്ട്സ് പോകുന്നത്. സോ ഇതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. സോ വെനസ്വേലയിൽ പറഞ്ഞാൽ അമേരിക്കയെ ഫേവർ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് അമേരിക്കൻസിനാണ് കൂടുതൽ ബാക്കി ആരെക്കാളും നല്ലത്. അപ്പം അവർ ഈ ചിന്താഗതിയിലാണ് നോക്കുന്നത്.